നിങ്ങളുടെ എമിറേറ്റ്സ് ഐഡിന്റെ വാലിഡിറ്റി 3 മാസത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാനിൽ ഓണറേബിൾ വിസ കിട്ടും കേട്ടോ. നമ്മൾ അടിപൊളി ഒരു പാക്കേജ് വാലന്റൈൻസ് ഡേക്ക് ഉണ്ട്. അപ്പൊ എന്താ നിങ്ങളുടെ വാലന്റൈൻസ് ഡേ പരിപാടി? ഫെബ്രുവരി 12 മുതൽ 15 വരെ 3 nights 4 days ഒരാൾക്ക് 2500 ദിറംസേ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വാലന്റൈൻസ് ഡേക്ക് പുറത്തു പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ എന്തൊക്കെയാണ് ഉസ്ബെക്കിസ്ഥാനിൽ കാണാനുള്ളതെന്ന് അറിയണ്ടേ? ഇപ്പൊ 2 ദിവസം മുന്നേ ഞാനൊരു ടീമൊക്കെ ആയിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ പോയി വന്നേ ഉള്ളൂ. വാലന്റൈൻസ് ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. അതുപോലെ തന്നെ ഭക്ഷണമായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പുലാവൊക്കെ ഇവരുടെ സംസ്കാരത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. അപ്പൊ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ പോവുകയാണെങ്കിൽ പുലാവ് സെന്ററിൽ പോവാതെ തിരിച്ചു വരരുത് കേട്ടോ. അതേപോലെ ഇവരുടെ ലെമൺ ടീ ഭയങ്കര റിഫ്രഷിംഗ് ആണ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഇന്ത്യൻ കൾച്ചറുമായിട്ടും നമ്മുടെ ആൾക്കാരുമായിട്ടും ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. അതിന് കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ പൊട്ടിക്കുന്നില്ല, നിങ്ങൾ അവിടെ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്തോളാം. അതേപോലെ കേബിൾ കാറിൽ പോയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ എൻജോയ് ചെയ്യുക, സ്നോ എൻജോയ് ചെയ്യുക, നിങ്ങളുടെ വാലന്റൈൻസ് ഡേ അടിച്ചു പൊളിക്കുക. നിങ്ങൾ നേരെ ഇവിടുന്ന് പോകുന്നു, ഉസ്ബെക്കിസ്ഥാനിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എമിറേറ്റ്സ് ഐ ഡി വാലിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഓണറേബിൾ വിസ കിട്ടും. എന്നിട്ട് ഹോട്ടലിൽ പോയി ഫ്രഷ് ആയി ഉസ്ബെക്കിസ്ഥാൻ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ.